ശുചീകരണം എന്നത് ജാതി വ്യവസ്ഥയിൽ ഒരു പരമ്പരാഗത ജോലിയാണ്. ഗാന്ധിജി പറഞ്ഞിരുന്നത് ശുചീകരണ തൊഴിലാളികൾ ഒരു സമൂഹത്തിന് അമ്മയെ പോലെയാണെന്നാണ്. ഒരമ്മ തന്റെ കുഞ്ഞിനെ വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ രോഗങ്ങളിൽ നിന്ന് എങ്ങനെയാണോ സംരക്ഷിക്കുന്നത്, അതുപോലെ ഇവർ സമൂഹത്തെ ശുചിയാക്കി രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. ഗാന്ധിജി അവർക്ക് അമ്മയുടെ പദവിയാണ് നൽകിയത്. എന്നാൽ ആളുകൾ അവരെ ഏറ്റവും താഴ്ന്നവരായി കരുതുന്നു. ആ പേര് ഒരു തെറിവാക്കായി പോലും ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശുചീകരണ തൊഴിലാളികളോട് ഇത്തരമൊരു മനോഭാവം പുലർത്തുന്ന, ശുചീകരണം എന്നതൊരു നാണക്കേടായി കാണുന്ന ഒരു രാജ്യത്ത് എങ്ങനെയാണ് ശുചിത്വം ഉണ്ടാവുക? നമ്മുടെ രാജ്യത്തെ ശുചീകരണ തൊഴിലാളികളിൽ ഭൂരിഭാഗവും ഇന്നും ദളിതുകൾ തന്നെയാണ്. പ്രശ്നം അവർ ദളിതരാണ് എന്നതോ അവരുടെ ജാതിയോ അല്ല, മറിച്ച് അവർ ഇന്നും ഗട്ടറുകളിൽ ഇറങ്ങി വൃത്തിയാക്കാൻ നിർബന്ധിതരാകുന്നു എന്നതാണ്. മനുഷ്യന്മാർ തന്നെ ഗട്ടറിൽ ഇറങ്ങി വൃത്തിയാക്കാൻ മാത്രം ദരിദ്രമാണോ നമ്മുടെ രാജ്യം? മെഷീനുകൾ വാങ്ങാൻ പോലും ലോകത്ത് 4ാമത്തെ സാമ്പത്തിക ശക്തിയായ നമുക്ക് കഴിയില്ലേ? കഴിയും, പക്ഷെ നമ്മൾ അശ്രദ്ധരാണ്.